ഹലോ, ഞാൻ ഷെറിൻ ഡേവിസ്. ദിവസേന പണം ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് കേടുപാടുകൾ സംഭവിച്ചതോ അല്ലെങ്കിൽ കീറിപ്പോയതോ ആയിട്ടുള്ള കറൻസി നോട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, അത് മാറ്റിയെടുക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രേറിയൻസ്. ഈ കീറിയ നോട്ടിനെ പറ്റിയിട്ടൊക്കെ മാറ്റിയെടുക്കാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട് മാർഗ്ഗനിർദ്ദേശം പബ്ലിക്കിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോട്ട് മുഷിഞ്ഞത് കൊണ്ടോ നിങ്ങളുടെ കയ്യിൽ വെച്ച് കീറിയത് കൊണ്ടോ അത് നമുക്ക് നഷ്ടപ്പെടില്ല. അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. കീറിയതോ മുഷിഞ്ഞതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള നോട്ടുകളെ പൊതുവെ പറയുന്ന പേരാണ് ഡാമേജ് നോട്ട് എന്നുള്ളത്. അങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഈ ഡാമേജ് ആയിട്ടുള്ള നോട്ടുകൾ എന്തൊക്കെ തരം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിന് ഒത്തിരി വിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സോയിൽഡ് നോട്ട്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ അത് ആ നോട്ടുകൾ എങ്ങനെയുള്ളതായിരിക്കും? സോയിൽഡ് നോട്ട് കാറ്റഗറിയിൽ വരുന്ന നോട്ടുകൾ സാധാരണ ഉപയോഗം മൂലം മുഷിഞ്ഞതോ ഒരു കട്ട് കൊണ്ട് 2 പീസായിട്ടുള്ളതോ ആ 2 പീസ് പൂർണ്ണമായിട്ട് ചേർത്ത് വെച്ചാൽ അത് ഒരു നോട്ടിൻ്റെ രൂപമാവണം. ഇങ്ങനെയുള്ള നോട്ടുകളെയാണ് നമ്മൾ സോയിൽഡ് നോട്ട് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗമാണ്, അതിന് മ്യൂട്ടിലേറ്റഡ് നോട്ട്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതെങ്ങനെയുള്ള നോട്ടുകളായിരിക്കും? അപ്പോൾ ഒരു ഭാഗം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതോ 2-ലധികം പീസ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള നോട്ടുകളെയാണ് നമ്മൾ മ്യൂട്ടിലേറ്റഡ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ വിഭാഗം നോട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ഇംപെർഫെക്റ്റ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മാഞ്ഞു പോയതോ കഴുകിയതോ അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയതോ ആയിട്ടുള്ള നോട്ടുകളെയാണ് നമ്മൾ ഈ വിഭാഗത്തിൽ പെടുത്തുന്നത്. ഇനി നാലാമത്തെ തരം നോട്ടുകളാണ്. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മിസ് മാച്ച് നോട്ടുകളാണ്. അതായത് ഇത് ഒരു നോട്ടിൻ്റെ പകുതിയും മറ്റൊരു നോട്ടിൻ്റെ പകുതിയും ചേർന്ന ഒരു മ്യൂട്ടിലേറ്റഡ് നോട്ട് ആണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകൾ, കീറിയതും മുഷിഞ്ഞതുമായിട്ടുള്ള ഈ നോട്ടുകൾ ഞാനീ മുകളിൽ പറഞ്ഞ 4 വിഭാഗത്തിൽ ഏതിൽ പെടുന്നു എന്ന് നിങ്ങൾ സ്വയമായിട്ട് പരിശോധിക്കുക. ഇത് ഏതിൽ വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് ബാങ്കിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ RBIയിൽ കൊണ്ടുപോയോ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, അതിന് എത്ര രൂപ കിട്ടും എന്നൊക്കെ നമുക്ക് പതിയെ വഴിയെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ ആവശ്യത്തിന് ഏത് ബാങ്കിനെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ബാങ്കിൻ്റെ കസ്റ്റമർ ആവണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഈ മാറ്റിയെടുക്കുന്നതിന് വേറെ ബാങ്ക് ഒരു ചാർജും ഈടാക്കിയൊന്നുമില്ല. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ബാങ്കിൽ ചെന്നിട്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസറെയോ അല്ലെങ്കിൽ കാഷ്യറെയോ നിങ്ങൾക്ക് സമീപിക്കാം. ബാങ്ക് ഇതിന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പരാതിപ്പെടാനായിട്ടൊരു അതോറിറ്റി ഉണ്ട്. അതിനാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ നിങ്ങൾക്ക് പരാതിപ്പെടാനായിട്ട് പറ്റും. ഈ സോയിൽഡ് നോട്ട് 100% വാല്യൂവിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 20 നോട്ടുകളും 5000 രൂപ വരെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. ക്യാഷായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇനി അതിൽ കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബാങ്കിൻ്റെ റെസിപ്റ്റുമായിട്ട് നിങ്ങൾക്കത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്ത് തരികയേ ചെയ്യുള്ളൂ. ക്യാഷായിട്ട് കിട്ടില്ല. പക്ഷെ ഇതിന് ചാർജ് ഒന്നും അവർ ഈടാക്കിയൊന്നുമില്ല. ബാങ്കൊന്നും ചാർജ് ഈടാക്കിയില്ല. ഇനി മ്യൂട്ടിലേറ്റഡ് നോട്ട്സ് നമുക്ക് എങ്ങനെ മാറാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മ്യൂട്ടിലേറ്റഡ് നോട്ട്സിന് നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് 50 രൂപ നോട്ടും അതിന് മുകളിലുള്ളതും. രണ്ടാമതെന്ന് പറയുന്നത് 50 രൂപ നോട്ടിന് താഴെയുള്ളതും. ഈ 50 രൂപ നോട്ടിന് താഴെയുള്ളതാണെങ്കിൽ ഉള്ളതിൽ മുറിയാത്ത ഏറ്റവും വലിയ കഷ്ണം എന്ന് പറയുന്നത് ആ മുഴുവൻ നോട്ടിൻ്റെ 50% വലിപ്പത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വാല്യൂ കിട്ടും. ഇനി 50% വലിപ്പത്തിൽ താഴെയാണെങ്കിലോ നിങ്ങൾക്ക് ആ മ്യൂട്ടിലേറ്റഡ് നോട്ട്സിന് ഒരു വിലയും കിട്ടില്ല. ഇനി 50 രൂപയും 50 രൂപ നോട്ടിന് മുകളിലുള്ളവയാണെങ്കിലാണ് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണം അത് 80% മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ എമൗണ്ടിൻ്റെ ഫുൾ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഇനി അത് 40%-നും 80% ഇടയിലാണെങ്കിലോ നിങ്ങൾക്ക് അതിൻ്റെ പകുതി വില കിട്ടുള്ളൂ. ഇനി 40% താഴെയാണെങ്കിലോ അതിന് വില ഒന്നും കിട്ടില്ല. ഇനി ഇംപെർഫെക്റ്റ് നോട്ട്, അതായത് നോട്ടിനെ മുകളിൽ പറഞ്ഞ പോലെ ഫുൾ വാല്യൂയും ഹാഫ് വാല്യൂയും കിട്ടണമെങ്കിൽ അവ എങ്ങനെയുള്ളതായിരിക്കണം? അത് പൂർണ്ണമായിട്ട് മാഞ്ഞു പോകാത്തതും അതുപോലെ ജെന്യുവിനുമായിട്ടുള്ള നോട്ടുകളാകണം എന്നുള്ളത് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ഓഫീസർ അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ മുകളിൽ പറഞ്ഞവ നമുക്ക് ബാങ്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി ബാങ്കിലൂടെ മാറ്റാൻ പറ്റാത്ത വേറെ കുറേ ടൈപ്പ് നോട്ടുകളുണ്ട്. അപ്പോൾ ഇനി പറയുന്നത് അങ്ങനെയുള്ള നോട്ടുകളാണ്. ബാങ്കിലൂടെ മാറ്റാൻ പറ്റാത്ത നമുക്ക് എവിടെ പോകണം? നമ്മൾ RBIയിൽ പോയിട്ട് വേണം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്. ആ നോട്ടുകൾ എങ്ങനെയുള്ളതാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ ഇതാണ് കത്തിയ നോട്ടുകൾ. നമ്മുടെ കയ്യിൽ നിന്ന് കത്തിപ്പോയ നോട്ടുകൾ നമുക്ക് RBIയിൽ പോയിട്ടാണ് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്താണ് പൊടിഞ്ഞു പോകുന്ന നോട്ടുകളുണ്ട്, അതും RBIയിൽ പോകണം. പിന്നെ നമ്മൾ എണ്ണുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒട്ടിപ്പിടിച്ച നോട്ടുകളുണ്ട്, ഇതും നമ്മൾ RBIയിൽ പോയിട്ട് തന്നെ നമ്മൾ മാറണം.
ഇനി ഏതെങ്കിലും നോട്ടിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഏതെങ്കിലും നോട്ടിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതോ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സന്ദേശങ്ങൾ, മെസ്സേജുകൾ, സ്ലോഗൻസ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ നോട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള നോട്ടുകൾ എന്ന് പറഞ്ഞാൽ ലീഗൽ ടെൻഡറായിട്ട് നിലനിൽക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും എഴുതിയിരിക്കുന്ന നോട്ടുകൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അത് നമ്മൾ മേടിക്കരുത്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ മേടിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഇന്ന് തന്നെ നിങ്ങളുടെ നോട്ടുകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കുക. കാരണം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇനി ആ നോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കുക, അതിൻ്റെ വില നഷ്ടപ്പെടാതിരിക്കുക. നമ്മുടെ ഇടയിൽ പല ആളുകൾക്കും ഈ വിഷയം അറിയാത്തതുകൊണ്ട് നോട്ടുകൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങളെപ്പോലെ വേറെ ഒരുപാട് ആളുകൾക്ക് ഈ ഇൻഫർമേഷൻസ് അറിയാത്തവരുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്കും കൂടെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോലെ തന്നെ അവർക്കും കൂടെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പുകളിലും, എല്ലാവരുടെ ഇടയിലും. അതുകൂടാതെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.